ഗലാത്യയിലെ സഭയ്ക്ക് പൗലോസ്ലീഹ ലേഖനം എഴുതുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു മുഖ്യമായ ഉപദേശം, ആത്മാവിനെ അനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അതിൻ്റെ അവകാശം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഫലം എന്ന് പറയുക നിത്യ ജീവനാണ് എന്ന് പഠിപ്പിക്കുകയാണ്. ഈ ഒരു ഉപദേശ സത്യത്തിൽ നിലനിന്നുകൊണ്ട് നമ്മളുടെ ആത്മീയ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ ആത്മാവിനെ അനുസരിച്ചാണോ നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക? ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യത്തിൽ നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാമെന്നാണ് സെന്റ് പോൾ പറയുക. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നമ്മൾ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണോ? ഈ ഒരു ചോദ്യം ഇന്ന് നമ്മളുടെ ആത്മീക ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരികയാണ്. കാരണം റോമാലേഖനത്തിൽ സെന്റ് പോൾ പറഞ്ഞു വെക്കുന്ന മറ്റൊരു സത്യം, യേശു ക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. സെന്റ് പോൾ ഇവിടെ 2 നിയമങ്ങളെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. ഒന്ന് ആത്മാവിന്റെ നിയമം, 2 പാപത്തിന്റെ മരണത്തിന്റെ നിയമം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ആത്മാവിലുള്ള ഒരു ജീവിതമെന്ന് പറയുമ്പോൾ അത് പരിശുദ്ധാത്മാവിന്റെ നിയമത്തിൽ അടിസ്ഥിതമായ, പരിശുദ്ധാത്മാവിൽ നിയന്ത്രിതമായ ഒരു ജീവിതത്തിന്റെ തലമാണ്. ആ ജീവിതം നമ്മൾ നയിക്കുകയാണ് എങ്കിൽ പാപത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ ബൈ പ്രോഡക്റ്റായ മരണത്തിന്റെ നിയമത്തിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയാണ്. ഇവിടെ ദൈവത്തിന്റെ ചിന്തയും ദൈവത്തിന്റെ സ്നേഹവും നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോഴാണ് ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതായി നമുക്ക് തിരിച്ചറിയുവാൻ പറ്റുക. കാരണം റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ് എന്ന് വചനം വ്യക്തമാക്കുകയാണ്. അപ്പം നമ്മൾ ഓരോരുത്തരും ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ എല്ലാ നിർണായകമായ തീരുമാനങ്ങളും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചും കൊണ്ടാണ് നമ്മൾ ദിനം പ്രതി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതെങ്കിൽ അതിന്റെ പ്രതിഫലം നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരും ദൈവത്തിന്റെ പുത്രിമാരുമാകുന്ന ഒരു വലിയ അനുഗ്രഹമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുക, നമ്മൾ ആത്മാവിൽ വ്യാപരിക്കുന്നു അല്ലെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ആത്മാവ് നമുക്കൊരു അനുഭവമാണ് എന്ന് തോന്നുന്നു എങ്കിലും ആ അനുഭവത്തിനും അപ്പുറം ആത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവിന് ഒരു വ്യക്തിത്വം ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോ ആത്മാവ് നമ്മളെ പഠിപ്പിക്കും, ആത്മാവ് നമ്മളെ നയിക്കും, ആത്മാവ് നമ്മളെ തിരുത്തും. ഈ 3 മേഖലകളിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു ഇടപെടൽ നമുക്ക് അനുഭവിക്കുവാൻ പറ്റും. അങ്ങനെ വരുമ്പോ ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ തുടങ്ങുമ്പോൾ ആ പ്രഭാതത്തിൽ തന്നെ നമ്മുടെ ജീവിതം ആരംഭിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് എന്നെ നയിക്കണം, എന്നെ വഴി നടത്തണം, ഞാൻ പോകുന്ന വഴികൾ അല്ലെങ്കിൽ ഞാൻ പോകേണ്ട വഴികൾ എനിക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചാൽ
ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു അനുഭവം നമുക്ക് രുചിച്ചറിയുവാൻ സാധിക്കും. ഓർക്കുക, ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ചേർന്നുള്ള ഒരു ജീവിതം ആണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്കറിയാമല്ലോ, ആത്മാവില്ലാത്ത ഒരു ജീവിതം എന്ന് പറയുക അത് നിർജീവമായ ഒരു അവസ്ഥയാണ്, അതൊരു മരിച്ച നിലയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു സാഹചര്യം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ നയിക്കപ്പെട്ടാൽ ദൈവത്തിന്റെ പുത്രനും ദൈവത്തിന്റെ പുത്രിയുമാണെന്നുള്ള ഒരു അവകാശത്തിലേക്ക് നമ്മൾ കടന്നു വരും. അതുപോലെ തന്നെ ജീവാത്മാവിന്റെ നിയമം നമ്മളെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും. നമ്മൾ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു അഭിഷേകത്തിലേക്ക് നമ്മൾ കടന്നു വരും. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നമ്മൾ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണോ എന്ന ചോദ്യത്തിനും അപ്പുറം നമ്മൾ ആത്മാവിനെ അനുസരിക്കുന്നവരാണോ നമ്മൾ എന്ന ചോദ്യത്തിനും കൂടി നമ്മൾ ഒരു ഉത്തരം കൊടുക്കണം. നമ്മൾ അനുസരണം എന്ന് പറയുമ്പോൾ അത് സ്നേഹത്തിന്റെ ഒരു തെളിവാണ്. ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഭാഗികമായ ഒരു അനുസരണമല്ല, മറിച്ച് പരിപൂർണമായ സമർപ്പണത്തോടു കൂടിയുള്ള ഒരു അനുസരണമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുക. അപ്പം അനുസരണമാണ് നമ്മുടെ ജീവിതത്തില് ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ അത് പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുസരിക്കുന്നത് ദൈവത്തിന്റെ വചനത്തോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടായിരിക്കണം. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൽ 15, 16, 17 വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയാൽ ഒരു വലിയ സത്യം നമുക്ക് തിരിച്ചറിയുവാൻ പറ്റും. എന്താണ് യോഹന്നാൻ ശ്ലീഹ അവിടെ പറഞ്ഞു വെച്ചിരിക്കുക? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും. അത് യേശുക്രിസ്തു ആ ജനത്തോട് സംസാരിച്ചത് യോഹന്നാൻ ശ്ലീഹ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മളത് ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കിയാൽ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും എന്ന് വെച്ചാൽ, നമ്മൾ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ യേശുക്രിസ്തുവിന്റെ വചനം, ആ കൽപ്പന നമ്മൾ അനുസരിക്കുമെന്നാണ് പറയുക. എന്നിട്ട് അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നു: ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. അപ്പം വചനം നമ്മൾ അനുസരിക്കുന്നവരായി മാറുമ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്ന ഒരു സഹായകനെ ദൈവം നമുക്ക് നൽകുമെന്നാണ് യേശു ഇവിടെ വെളിപ്പെടുത്തുക. എന്നിട്ട് പറയുന്നു, ഈ സത്യാത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് കഴിയുകയില്ല. കാരണം ലോകത്തിന് സാധിക്കത്തില്ല എന്ന് പറയുവാൻ കാരണം, ലോകം പരിശുദ്ധാത്മാവിനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യുന്നു. അതിന്റെ കാരണം എന്താണ്? ലോകത്തിന് പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം അനുസരിക്കുന്ന നമുക്ക് പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയുവാൻ പറ്റുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ആ ഒരു ബോധ്യം നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ തിരിച്ചറിയുമ്പോൾ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഈ വചനം ആത്മാവും ജീവനുമാണ് എന്ന് യോഹന്നാന്റെ സുവിശേഷം 6:63 ഈശോ പറയുമ്പോൾ ഓർത്തുകൊള്ളുക, നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ വചനമുണ്ടെങ്കിൽ, നമ്മൾ ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവരായി മാറുമ്പോൾ നമ്മുടെ ഉള്ളിൽ യേശുക്രിസ്തു തന്റെ ആത്മാവിനാൽ വസിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. ഇതിൽ നിന്ന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക: ആത്മാവിനെ അനുസരിക്കുക എന്നത് ദൈവത്തിന്റെ സ്വരം കേട്ട്, ദൈവത്തിന്റെ വചനം അനുസരിച്ച്, ദൈവത്തിന്റെ പദ്ധതിയിൽ, ദൈവം പരിശുദ്ധാത്മാവിലൂടെ കാണിച്ചു തരുന്ന വഴിയിൽ അനുസരണയോടുകൂടി മുന്നോട്ട് പോവുക എന്നതാണ്. അങ്ങനെ ചെയ്താൽ, അതായത് അനുസരണം നമ്മെ ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് മാറ്റുകയാണ്. ഹല്ലേലൂയ. ഇവിടെ ഒരു പുതിയ കൾച്ചർ ഡെവലപ്പെടുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ ഇന്ന് ആത്മീയതയിൽ കടന്നു പോകുന്ന എല്ലാവരിലും ഈ ഒരു പരിശുദ്ധാത്മാവിന്റെ ഈ ഫലങ്ങള്, ക്രിസ്തുവിന്റെ സ്വഭാവം
നിലനിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയാണെങ്കിൽ, ഈ വചനത്തെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണെങ്കിൽ, ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ പറയുന്ന ആത്മാവിന്റെ ഫലങ്ങൾ, അതായത് സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം എന്നീ ആത്മാവിന്റെ ഫലങ്ങൾ നമ്മിൽ ഓരോരുത്തരിൽ നിന്നും പുറത്തു വരുമെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുക. ഇന്ന് നമ്മൾ ആത്മാവിനെ അനുസരിക്കാറുണ്ടോ? നമ്മിൽ നിന്നും പുറത്തു വരുന്ന ഫലം ഏതാണ്? ഇവിടെ ദൈവത്തിന്റെ കഴിഞ്ഞ ദിവസം ഒരു കുടുംബവുമായി സംസാരിക്കുമ്പോൾ ആ അമ്മ പറയുകയാണ്, അപ്പൻ എപ്പോഴും മകനോട് എന്താ പറയുക, വഴക്കാണ്. നീ വീടിന്റെ ടെറസിൽ നിന്നും താഴേക്ക് ചാടി മരിച്ചുകൊള്ളുവാൻ പോലും ഈ അപ്പനിൽ നിന്നും ഈ മകൻ എന്താ പറയുക, കേൾക്കുകയാണ്. കുടുംബത്തിൽ എന്നും അസ്വസ്ഥതയാണ്. അപ്പന് ഈ മകനെ ഏത് സാധ്യത, ഒരു സാഹചര്യം ഉണ്ടായാലും മർദ്ദിക്കുക പതിവാണ്. ഇന്ന് പ്രായപൂർത്തിയായ കുഞ്ഞ് തിരികെ അപ്പനോട് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഈ കുഞ്ഞിന് വേണ്ടി അമ്മ സപ്പോർട്ടായി നിൽക്കുമ്പോൾ അപ്പൻ ഇപ്പോ ഈ അമ്മയ്ക്കും ഈ മക്കൾക്കും എതിരെ എന്താ പറയുക, നിലപാട് ഘടിപ്പിക്കുകയാണ്. എവിടെയാണ് പ്രശ്നം? ഇവിടെ ദൈവത്തിന്റെ ജനമേ, ദൈവത്തിന്റെ വചനം അനുസരിക്കുവാൻ തയ്യാറാകുന്ന ഒരു കുടുംബത്തിൽ നിന്നും ഇതുപോലെയുള്ള ഒരു പ്രതികൂല കാലാവസ്ഥകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്വഭാവ സവിശേഷതകൾ പുറത്തു വരികയില്ല. അതുകൊണ്ട് നമ്മളെ തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്യുന്നത് നല്ലതാണ്. എന്ന് വെച്ചാൽ നമ്മിൽ നിന്നും കടന്നു വരുന്നത് അല്ലെങ്കിൽ ആ ഫലങ്ങൾ എന്താണ്? നമ്മിൽ നിന്നും പുറത്തു വരുന്ന ഫലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഫലമാണോ? അതായത് യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നുണ്ടോ? അതോ മറിച്ച് നമ്മൾ ഒരു ജഡീകമായ സാഹചര്യത്തിലൂടെ ജീവിച്ച് ഒരു ആത്മീക മരണത്തിലൂടെ നമ്മൾ കടന്നുപോയി നമ്മുടെ നിത്യജീവനെ നഷ്ടപ്പെടുത്തുന്ന സാധ്യതയിലൂടെയാണോ നമ്മൾ കടന്നു പോവുക? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിന്റെ സ്വരം ശ്രവിച്ച് ആത്മാവ് നടത്തുന്ന വഴിയിൽ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോവുകയാണെങ്കിൽ ദൈവീക സ്വഭാവം നമ്മളിൽ തെളിയും എന്നതിന് യാതൊരുവിധ തർക്കവുമില്ല. അതിന് നമ്മിൽ അനുസരണമെന്ന പുണ്യം ഉണ്ടാകണം. അതായത് അനുസരണമെന്ന പുണ്യം നമ്മിൽ നിലനിൽക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം നമ്മൾ അനുസരിക്കുമ്പോൾ നമ്മൾ നല്ലതെന്ത് എന്ന് തിരഞ്ഞെടുക്കുവാൻ ബാധ്യസ്ഥരായി മാറും. അതുകൊണ്ട് ഓർത്തുകൊള്ളുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവീക സ്വഭാവത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിലൂടെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ എന്താ പറയുക, മാറ്റി മറിച്ച് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന, ആത്മാവിനെ അനുസരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ആത്മാവിന്റെ വഴി തിരഞ്ഞെടുക്കുന്നവരായി നമ്മൾ മാറണമെന്നാണ് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നമ്മൾ ആത്മാവിൽ വ്യാപരിക്കുന്നവരാണോ എന്ന ചോദ്യം. 2, നമ്മൾ ആത്മാവിനെ അനുസരിക്കുന്നവരാണോ എന്ന ചോദ്യം. 3, ആത്മാവിന്റെ വഴി തിരഞ്ഞെടുക്കുന്നവരാണോ നമ്മൾ? ഈ ചോദ്യത്തിനും നമ്മൾ ഉത്തരം കണ്ടെത്തിയേ മതിയാകൂ. ഹല്ലേലൂയ. ദിനം പ്രതി നമ്മൾ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ 2 നിയമങ്ങൾ നമ്മെ സ്വാധീനിക്കുന്നുണ്ട്. 1 ആത്മാവിന്റെ നിയമമാണ്, 2 പാപത്തിന്റെയും മരണത്തിന്റെയും നിയമമാണ്. അങ്ങനെയെങ്കിൽ ഓരോ ദിവസവും നമ്മൾ കടന്നു പോകുന്നത് 2 വഴികളുടെ ഇടയിലൂടെയാണ്. അതായത് 1 ആത്മാവിന്റെ ഇഷ്ടമനുസരിച്ചുള്ള, 2 ശരീരത്തിന്റെ ഇഷ്ടമനുസരിച്ചുള്ള ഒരു വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കും. അപ്പോൾ ആത്മാവ് നമ്മളെ എങ്ങോട്ട് വലിക്കും? പാപത്തിന്റെ മരണത്തിന്റെ നിയമത്തിലേക്ക് കടന്നു പോകാതെ നമ്മളെ ഒരു വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുന്ന വിധത്തില് ആത്മാവ് നമ്മളെ നയിക്കും, ആത്മാവ് നമ്മളെ തിരുത്തും, ആത്മാവ് നമ്മളെ അനുഗ്രഹമാക്കി മാറ്റുവാനുള്ള പരിശ്രമം എടുക്കും. എന്നാൽ ശരീരത്തിന്റെ ഇഷ്ടം എന്താണ്? ശരീരത്തിന്റെ ഇഷ്ടം നമ്മളെ പാപത്തിന്റെയും മരണത്തിന്റെയും ആ നിയമത്തിലേക്ക് കൊണ്ടുപോയി നമുക്ക് ലഭ്യമാകേണ്ട അനുഗ്രഹങ്ങളിൽ നിന്ന് നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഉള്ള പരിശ്രമം നടത്തും.
ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് ഫ്രീ വിൽ തന്നിട്ടുള്ളത് കൊണ്ട് ആത്മാവ് ബലമായി ഒന്നും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയില്ല. ഫ്രീ വിൽ, ആ സ്വതന്ത്രമായ ഒരു തീരുമാനം എടുക്കുവാനുള്ള അവകാശം നമുക്ക് നൽകിയിട്ടുള്ളത് കൊണ്ട് ആത്മാവ് ക്ഷമയോടുകൂടി നമ്മളെ നയിക്കും. തെരഞ്ഞെടുക്കുവാനുള്ള അവകാശം അപ്പോഴും നമുക്ക് തന്നെയാണ്. വലത്തോട്ട് പോണോ ഇടത്തോട്ട് പോണോ എന്നുള്ള തീരുമാനം എടുക്കുവാനുള്ള അവകാശം അപ്പോഴും നമുക്കാണ്. പരിശുദ്ധാത്മാവ് ക്ഷമയോടെ കാത്തു നിൽക്കും, ഇല്ലേ? എന്നാൽ അന്ധകാരത്തിന്റെ ശക്തികൾ എന്ത് ചെയ്യും? ശരീരത്തിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുവാൻ നമ്മുടെ ശരീരത്തിന് ചില ക്രേവിങ് നൽകുകയാണ്. അതായത് പാപത്തിന്റെ ഒരു സുഖം തേടി നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ അത് മരണത്തിന്റെ നിയമത്തിന്റെ സാധ്യതയിലൂടെ കടന്നുപോയി ഈ മരണം നമ്മളെ കീഴ്പ്പെടുത്തും. അപ്പോ തെരഞ്ഞെടുപ്പ് വളരെ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മേഖലയാണ് ആത്മാവിനാലുള്ള തെരഞ്ഞെടുപ്പ്. ഇപ്പം നിയമാവർത്തന പുസ്തകം 30-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ വചനം ഇങ്ങനെ പറയുകയാണ്: ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഞാൻ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, നീയും നിന്റെ സന്തതികളും ജീവിക്കേണ്ടതിന് ജീവൻ തെരഞ്ഞെടുക്കണം. വളരെ സിമ്പിളാണ്. ജീവനും മരണവും. മരണം തെരഞ്ഞെടുത്താൽ നിത്യമായ മരണത്തിലേക്കുള്ള യാത്രയാണ് നമുക്കറിയാം. എന്നിട്ട് വീണ്ടും ബൈബിള് പറയുകയാണ്, നീയും നിന്റെ സന്തതികളും ജീവിക്കേണ്ടതിന് ജീവൻ തിരഞ്ഞെടുക്കണം. അപ്പം തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. അതായത് ഓരോ ദിവസവും നമ്മുടെ ജീവിതം ആത്മീയമായ ഒരു തിരഞ്ഞെടുപ്പിന്റെ നിറവിലൂടെയാണ് കടന്നു പോകേണ്ടത്. അതായത് ഞാൻ വിശ്വാസത്തിൽ നടക്കണോ, അതോ എൻ്റെ സ്വതന്ത്രമായ ചിന്തയിൽ കടന്നു വരുന്ന എൻ്റെ സ്വതന്ത്രമായ ചിന്തയുടെ ബൈ പ്രോഡക്റ്റ് ആയ ഓരോ തീരുമാനങ്ങളിലൂടെ എൻ്റെ സ്വന്തം ഇച്ഛാശക്തിയിൽ തെളിയുന്ന ഒരു ജീവിതത്തിലൂടെയാണോ, ആ ഒരു ജീവിതമാണോ ഞാൻ നയിക്കേണ്ടത് എന്ന തീരുമാനം. ഒന്ന്, ക്ഷണികമായ ഈ ജീവിതത്തിൽ എനിക്കെന്നും ഇങ്ങനെ സന്തോഷകരമായി ജീവിച്ചാൽ മതി, ഇതൊന്നും തെറ്റല്ല എന്ന് പഠിപ്പിക്കുന്ന ലോകത്തിന്റെ മോഹങ്ങളിൽ നമ്മൾ വീണുപോയാൽ നമുക്ക് നഷ്ടമാകുന്നത് നിത്യജീവന്റെ അവകാശമാണ് എന്ന് നമ്മൾ മറക്കാതെ ഇരിക്കണം. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് പരസ്പരം ക്ഷമിക്കണോ, അതോ പകയും വെറുപ്പും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുപോയി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് ദൈവം ആഗ്രഹിക്കാത്ത ഒരു വഴിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകണമോ എന്ന് നമ്മൾ സ്വയം ഒന്ന് തീരുമാനിക്കുന്നത് നല്ലതാണ്. കാരണം ഇവിടെ തെരഞ്ഞെടുപ്പ് എൻ്റെ അവകാശമാണ്. എനിക്കിഷ്ടമുള്ളത് എനിക്ക് തിരഞ്ഞെടുക്കാം. ജീവനും തിരഞ്ഞെടുക്കാം, മരണവും തിരഞ്ഞെടുക്കാം, അനുഗ്രഹവും തിരഞ്ഞെടുക്കാം, ശാപവും തിരഞ്ഞെടുക്കാം. പക്ഷെ ഇത് രണ്ടിന്റെയും എൻറ്റിറ്റി എന്ന് പറയുക വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നമ്മൾ തിരിച്ചറിയണം. ഗലാത്യ 5-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം എടുത്താൽ, ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ്, ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് എടുക്കുന്ന തീരുമാനം ഒരിക്കലും ജഡത്തിന് അനുകൂലിക്കാൻ പറ്റില്ല. ജഡം എടുക്കുന്ന തീരുമാനം ഒരിക്കലും പരിശുദ്ധാത്മാവിനും അനുസരിക്കാൻ അല്ലെങ്കിൽ അംഗീകരിക്കാൻ സാധിക്കുകയില്ല. ഇത് രണ്ടും എതിർത്തു നിൽക്കുകയാണ്. വചനം പറയുന്നു, ഇവ രണ്ടും, അതായത് ജഡമോഹങ്ങൾ ആത്മാവിന് എതിരായതുകൊണ്ടും ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരായതുകൊണ്ടും അവ പരസ്പരം എതിർക്കുന്നതിനാൽ ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. പള്ളിയിൽ പോകണം, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കണം, അല്ലെങ്കിൽ എനിക്കൊന്ന് കുമ്പസാരിക്കണം, ഇതെനിക്ക് വേണ്ട, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ എടുക്കുമ്പോൾ നമ്മളോട് പള്ളിയിൽ പോകണ്ട എന്ന് പറയും, വിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ട എന്ന് പറയും, കുമ്പസാരിക്കേണ്ട എന്ന് പറയും, ഇതൊന്നും കുഴപ്പമില്ല എന്ന് പറയും. അങ്ങനെ നമ്മളുടെ അകത്തിരുന്ന് മറ്റൊരാള് നമ്മളോട് ഇങ്ങനെ സംസാരിക്കും. അപ്പം ഓരോ തീരുമാനവും ആത്മാവിന്റെ സ്വരം കേട്ടുകൊണ്ടാണ് എങ്കിൽ പകയ്ക്ക് പകരം ക്ഷമ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണം. അസൂയയ്ക്ക് പകരം സ്നേഹം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണം. ശത്രുതയ്ക്ക് പകരം സ്നേഹമുണ്ടാകണം.
കോപിക്കുന്ന വ്യക്തിയോട് സ്നേഹമുണ്ടാകണം. ഒരു ഭിന്നത ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിന്റെ നടുവിൽ സ്നേഹത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കണം. എന്ന് വെച്ചാൽ പരസ്പരം നമുക്ക് സ്നേഹിക്കുവാൻ സാധിച്ചാൽ ആത്മാവിന്റെ ഫലം നമ്മിൽ നിന്നും പുറത്തു വരും. ഹല്ലേലൂയ. കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യൻസ് 13 നമ്മൾ പഠിച്ചാൽ സ്നേഹത്തെ കുറിച്ചാണ് അവിടെ പഠിപ്പിക്കുക, അല്ലേ? 1 കൊരിന്ത്യൻസ് 13 4 വാക്യം തൊട്ട് താഴേക്ക് നമ്മൾ വായിച്ചാല് സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്, ദയയുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, സ്നേഹം ആത്മപ്രശംസ ചെയ്യുന്നില്ല, സ്നേഹം അഹങ്കരിക്കുന്നില്ല, സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, സ്നേഹത്തിന്റെ നടുവില് കോപത്തിന് സാധ്യതയില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ മാത്രമാണ് ആഹ്ലാദം കൊള്ളുക, സ്നേഹം സകലതും ക്ഷമിക്കുന്നു. അതിന്റെ അവസാനം പറയുകയാണ്, വിശ്വാസമുണ്ടാകാം, പ്രത്യാശ ഉണ്ടാകാം, എന്നാൽ സ്നേഹമുണ്ടാകാം. ഇതിലേറ്റവും സർവോത്കൃഷ്ടമെന്ന് പറയുക സ്നേഹമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, സ്നേഹമില്ലെങ്കിൽ ആത്മീയതയില് എന്താ പറയുക, ആത്മാവില്ലാത്ത ജീവിതമാണെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. ഹല്ലേലൂയ. അതായത് നമ്മുടെ ജീവിതത്തിൽ എന്തും നമ്മൾ തീരുമാനിക്കുവാനും എന്തും നമ്മൾ തിരഞ്ഞെടുക്കുവാനുമുള്ള ഒരു സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിരിക്കുന്നതിനാൽ തിരഞ്ഞെടുക്കുന്നത് ദൈവത്തിന്റെ പദ്ധതി പ്രകാരമുള്ളതല്ലെങ്കിൽ അത് നമ്മുടെ നിത്യജീവന്റെ അവകാശത്തെ തീരുമാനിക്കുന്ന വിധത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഹല്ലേലൂയ. നമ്മുടെ തിരഞ്ഞെടുപ്പ് ശരിയായ ദിശയിലാണോ, അതായത് നിത്യജീവന്റെ അവകാശമാണോ, അതോ താൽക്കാലികമായ ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പാണോ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം നമ്മുടെ തിരഞ്ഞെടുപ്പിന്റെ ബാക്കിപത്രം എന്ന് പറയുക, ആദ്യം നിയമാവർത്തനം 30:19 ഓർമ്മിപ്പിച്ചതുപോലെ ജീവനും മരണവും അനുഗ്രഹവും ശാപവും. അപ്പൊ തെരഞ്ഞെടുക്കുവാനുള്ള അവകാശം നമുക്കായതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ബാക്കിപത്രം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സന്തതി പരമ്പരയുടെ ജീവിതത്തിലും അത് കടന്നു വരുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നീയും നിന്റെ സന്തതിയും ജീവിക്കേണ്ടതിന് ജീവൻ തെരഞ്ഞെടുക്കണമെന്നുള്ള ആത്മാവിന്റെ സ്വരം അവഗണിച്ചാൽ അത് അപകടമാണ്. അത് നമുക്ക് മാത്രമല്ല, വരാനിരിക്കുന്ന തലമുറയ്ക്കും. ഇതൊരു മുന്നറിയിപ്പാണ്. ഹല്ലേലൂയ. എനിക്കറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള സാധ്യതയില്ല, ഒഴികഴിവില്ല എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളുക. അപ്പൊ നമ്മുടെ തിരഞ്ഞെടുപ്പ് ജീവനാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതിന്റെ അവസാനം നിത്യജീവന്റെ അവകാശമായിരിക്കും. എന്നാൽ മരണമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതിന്റെ അവസാനം നിത്യ മരണത്തിലേക്കുള്ള യാത്രയാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ 2 മരണമുണ്ടെന്നാണ് ബൈബിൾ പഠിപ്പിക്കുക. ഒന്ന് നമ്മൾ ശാരീരികതയിലുള്ള മരണം, പിന്നീട് നമ്മൾ തിരഞ്ഞെടുത്ത നമ്മളുടെ തിരഞ്ഞെടുപ്പ് മരണമായിരുന്നത് കൊണ്ട് ശാരീരികതയിലുള്ള മരണത്തിനു ശേഷം വെളിപ്പാട് പുസ്തകം 21:8 നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതത്തില് കടന്നുപോയ വഴികളെല്ലാം ആത്മാവിന്റെ വഴികളിലൂടെ ആയിരുന്നില്ല, അതെല്ലാം ജഡത്തിന്റെ ഒരു വഴിയിലൂടെയായിരുന്നു. ജഡത്തിന്റെ വ്യാപാരങ്ങളിലൂടെ നമ്മൾ കടന്നുപോയ ആ വ്യക്തിക്ക് ലഭിക്കുന്ന ഓഹരി എന്ന് പറയുന്നത് തീയും ഗന്ധകവും എരിയുന്ന തടാകവുമാണ്. അത് 2ാമത്തെ മരണം എന്ന് ബൈബിൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഓർത്തുകൊള്ളുക, ജീവന്റെ വൃക്ഷത്തിന്റെ കനി, അത് ഏദൻ തോട്ടത്തിൽ ജീവന്റെ വൃക്ഷത്തിൽ നിന്നും കനി പറിച്ചു തിന്നാതിരുന്നതിന്റെ ഫലമായി ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെടുകയാണ്. അത് മറിച്ചു ചിന്തിച്ചാൽ, തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞ കനി കഴിച്ച് ആത്മീയ മരണം പ്രാപിച്ച് ദൈവിക സാന്നിധ്യം നഷ്ടപ്പെട്ട് പുറത്താക്കപ്പെട്ട ആദിമ മാതാപിതാക്കന്മാര് ആത്മീകമായ മരണത്തിൽ, അവരിൽ നിന്നും ജനിച്ച സകല ജനപദങ്ങളും ആത്മീകമായ മരണത്തിലാണ് ഈ ലോകത്ത് ജനിച്ചു വീഴുക. എന്നാൽ യേശുക്രിസ്തുവിന്റെ കാൽവരിയാഗം, യേശുക്രിസ്തുവിന്റെ കുരിശുമരണം പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തെ കാൽവരിയിൽ എന്നേക്കുമായി തോൽപ്പിച്ച് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവിക ജീവൻ
അത് തിരികെ നൽകുകയാണ്. അല്ലയ, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകുവാനും ആ ജീവന്റെ സമൃദ്ധി ഉണ്ടാകുവാനുമാണ് എന്ന് യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു പറയുമ്പോൾ, ജീവന്റെ ഉറവിടമായവൻ ജീവൻ അഥവാ നിത്യജീവൻ നമുക്ക് തന്റെ കുരിശു മരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും വാഗ്ദാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളുടെ തെരഞ്ഞെടുപ്പ് വീണ്ടും എന്താണ്? ദൈവം നമ്മുടെ തെരഞ്ഞെടുപ്പിന് വീണ്ടും ദൈവം നമുക്ക് ഫ്രീ വില്ല് തരികയാണ്. ജീവൻ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ നിത്യജീവൻ, അഥവാ മരണമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിത്യമായ മരണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നിങ്ങൾ ഇത് തിരിച്ചറിയണം. നമ്മളുടെ വ്യക്തി ജീവിതത്തിൽ, ഈ വളരെ ചെറിയ ഒരു ജീവിതത്തിൽ നമ്മളുടെ തിരഞ്ഞെടുപ്പെന്ന് പറയുക തെറ്റാണ് എങ്കിൽ അതിന്റെ ഒരു ഫലം നിത്യമായ മരണത്തിലേക്ക്. ഹല്ലേലൂയ. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് ജീവിതത്തെ ഒന്ന് തിരികെ പിടിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. ആത്മാവിൽ വ്യാപരിക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകണം. ആത്മാവിനെ അനുസരിക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകണം. ആത്മാവിൽ തിരഞ്ഞെടുക്കുന്ന, അല്ലെങ്കിൽ ആ ജീവനും മരണവും നമ്മുടെ മുമ്പിൽ വെക്കുമ്പോൾ ആ ജീവൻ തിരഞ്ഞെടുക്കുവാനുള്ള തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ ജീവൻ തിരഞ്ഞെടുത്താൽ അനുഗ്രഹമെന്ന് പറയുക നിത്യ ജീവനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിത്യജീവന്റെ അവകാശം സ്വന്തമാക്കിയവരാണോ നമ്മൾ? ഈ ചോദ്യത്തിനും കൂടി ഉത്തരം കണ്ടെത്തണം. നിത്യജീവന്റെ അവകാശം സ്വന്തമാക്കിയിട്ടില്ല എങ്കിൽ ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത് എന്ന ഒരു ബോധ്യം തിരിച്ചറിഞ്ഞ് കർത്താവിന്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു വരണം. കാരണം ആത്മാവിനാൽ നയിക്കപ്പെട്ട്, ആത്മാവിനാൽ അനുസരണം പ്രാപിച്ച്, ആത്മാവിന്റെ വഴി തിരഞ്ഞെടുത്ത് നിത്യജീവനായി നമ്മൾ ഒരുക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോകും. കാരണം പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ ലോകത്തിലെ താൽക്കാലികമായ ഒരു അനുഗ്രഹമല്ല നമ്മളുടെ ലക്ഷ്യമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. താൽക്കാലികമായ ഒരു ജീവിതമാണോ നിങ്ങളെ ലക്ഷ്യം കാണുക? അതോ നിങ്ങൾക്ക് ആവശ്യം നിത്യ ജീവന്റെ അവകാശമാണോ? അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, സെന്റ് പോൾ തന്നെ 2 കൊരിന്ത്യൻസ് 4:18 നമ്മളോട് പറയുന്നത് എന്താണ്? ദൃശ്യമായവയല്ല, അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ്, എന്നാൽ അദൃശ്യങ്ങൾ അനശ്വരവും. ഇവിടെ വലിയ ഒരു വെളിപ്പാട് സെന്റ് പോള് കൊരിന്തിലെ സഭയ്ക്ക് കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ ദൃശ്യമായത് എന്താണ്? അതല്ല, അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ കാണുന്നതൊന്നും നമുക്ക് വേണ്ട, ഇതൊക്കെ നശ്വരങ്ങളാണ്. എന്നാൽ അദൃശ്യമായത് അനശ്വരമാണ്, അതാണ് നമ്മളുടെ ലക്ഷ്യമെന്ന് സെന്റ് പോൾ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇപ്പോഴത്തെ നമ്മളുടെ ഈ ജീവിതം നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഇത് വെറും നിമിഷങ്ങൾ മാത്രമാണ്. 70 80 ആ വയസ്സിന്റെ ഒരു കാലഘട്ടം നമ്മൾ നോക്കുന്നത് പോലും ഒരു നിമിഷം മാത്രമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് സ്വർഗീയമായ ഒരു ദർശനം നമുക്കുണ്ടാകണം. ആ സ്വർഗീയ ദർശനങ്ങളോടുകൂടിയ ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ, അതായത് ക്രിസ്തുവിനെ നോക്കി സ്വർഗം ലക്ഷ്യം വെച്ചാണ് നമ്മളുടെ ജീവിതമെങ്കിൽ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, അത് അനുഗ്രഹമാണ്. ഇന്ന് ലോകത്ത് ദൈവമില്ലെന്ന് പഠിപ്പിക്കുന്ന എത്തിസവും സ്വർഗമോ അതൊക്കെ വെറും ഒരു മിത്തോളജിയാണെന്ന് പഠിപ്പിക്കുന്ന സാഹചര്യങ്ങളും, ദൈവമില്ലെന്ന് പറയുന്ന പലവിധ ദാർശനികമായ ചിന്താഗതികളും ഒക്കെ നമ്മുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ ഇന്ന് ക്രിസ്തുവിനപ്പുറമായി മറ്റൊരു സത്യമില്ല എന്ന് നിങ്ങളോട് നെഞ്ചിൽ കൈവച്ച് പറയുവാൻ എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ വിശ്വസിക്കുന്നത് യേശു ക്രിസ്തുവിലാണ്. മരണത്തെ മരണം കൊണ്ട് തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഒരു സത്യദൈവമുണ്ടെങ്കിൽ യേശു ക്രിസ്തു മാത്രമാണ് ഏക സത്യദൈവമെന്ന് ഹല്ലേലൂയ ഉറച്ചു വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമായി യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെങ്കിൽ അത് അനുഗ്രഹമാകും. അല്ലെങ്കിൽ മറിച്ചാണെങ്കിൽ അത് നിത്യമായ ഒരു നഷ്ടത്തിലേക്കും നാശത്തിലേക്കും പോകുമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. ഗലാത്യ ലേഖനം 6:8 സെന്റ് പോൾ തന്നെ പറയുന്നു, സ്വന്തം ജഡത്തിനു വേണ്ടി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും.
ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് നിത്യജീവൻ കൊയ്തെടുക്കണം. ഹല്ലേലൂയ. ഇന്ന് വിളവധികമാണ്, വേലക്കാർ ചുരുക്കമാണ്. വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുമ്പോൾ, നിങ്ങൾ വിതയ്ക്കുന്നത് നിത്യജീവന്റെ അവകാശമാണെങ്കിൽ നമ്മൾ കൊയ്യും. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നിത്യജീവന്റെ അവകാശം നമ്മൾ കൊയ്തെടുക്കും. അനേകരെ ക്രിസ്തുവിൽ എത്തിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഉപയോഗിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ജീവിക്കുന്നത് ഈ ലോകത്തിന്റെ താൽക്കാലികമായ ഒരു അനുഗ്രഹത്തിന് വേണ്ടി മാത്രമാണോ, അതോ നിത്യജീവന്റെ അവകാശത്തിന് വേണ്ടിയാണോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ആദ്യം ഈ സുവിശേഷം വിശ്വസിക്കണം, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം, പരിശുദ്ധ സഭയിൽ വിശ്വസിക്കണം, പരിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കണം. എന്നിട്ട് ദൈവത്തിന്റെ ഈ പദ്ധതി ഇത് ലോകത്തോട് വിളിച്ചു പറയുവാനുള്ള ആർജവം നമ്മൾ എടുക്കണം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നമുക്കൊരു നിമിഷം നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. എത്രയോ വചനം നമ്മൾ കേട്ടതാ, എത്രയോ ധ്യാനം നമ്മൾ കൂടിയതാ, എത്ര പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ദൈവത്തിന്റെ വചനം ഹൃദയത്തോട് ചേർത്ത് പിടിച്ചതാ. നമ്മുടെ അകത്തൊരു മാറ്റവും കൊണ്ടുവരുവാൻ ഇതുവരെയും സാധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നമ്മുടെ ഉള്ളിൽ വിതച്ചത് സാത്താൻ മോഷ്ടിച്ചു കൊണ്ടുപോയി. നല്ല നിലത്ത് വീണ വിത്ത് 30, 60, 100 മേനി കൊയ്തെടുക്കുവാൻ തക്കവിധം ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ പോകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണം, ആത്മാവിനാൽ നയിക്കപ്പെട്ട് ജീവിക്കണം. ജീവൻ തിരഞ്ഞെടുത്ത് നിത്യജീവന്റെ അവകാശിയായി മാറണം. ശരീരത്തിന്റെ അഭിലാഷങ്ങൾക്കപ്പുറമായി ആത്മാവിന്റെ അഭിലാഷങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ മാറ്റിവെക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മുമ്പിൽ കാണുന്ന മറ്റുള്ളവരുടെ ഒരാളുടെയും ജീവിതത്തെ നിങ്ങൾ മാതൃകയാക്കരുത്. ബൈബിള് പറയുന്നുണ്ട്, ഒരുവൻ പോലും നീതിമാനില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടമാക്കിയവരാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു ആത്മീയനായ വ്യക്തിയെയും നിങ്ങൾ കാണരുത്. നിങ്ങൾ കാണേണ്ടത് യേശു എന്ന് പറയുന്ന സത്യത്തെ മാത്രമേ നിങ്ങൾ കൂട്ടിമുട്ടാവൂ, നിങ്ങൾ കാണാവൂ. ക്രിസ്തുവിനെ മാത്രം ലക്ഷ്യം വെച്ച് നിങ്ങൾ മുന്നോട്ട് പോകാവൂ എന്ന് വളരെ വിനയത്തോടു കൂടി പറയുകയാണ്. നോക്കേണ്ടത് യേശു ക്രിസ്തുവിന്റെ മുഖത്തേക്കാണ്. പഠിക്കേണ്ടത് ദൈവത്തിന്റെ വചനം മാത്രമാണ്. പാലിക്കേണ്ടത് ദൈവത്തിന്റെ വചനം മാത്രമാണ്. നമ്മുടെ ലക്ഷ്യമെന്ന് പറയുക സമ്പത്തല്ല, നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നിത്യ ജീവനാണ്. അതുകൊണ്ട് ആത്മാവിനാൽ വ്യാപരിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരണം. ഈ സത്യമാണ് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ നമ്മൾ പ്രഘോഷിക്കപ്പെടേണ്ടത്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യ ജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഹല്ലേലൂയ. ക്രിസ്തുവിനെ കാൽവരിയിലേക്ക് സ്വന്തം പിതാവായ ദൈവം അയക്കുകയാണ്, ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. അതുകൊണ്ട് ഈ കാണുന്നതെല്ലാം ഇല്ലാതെയാകും. ആകാശവും ഭൂമിയും ഈ കാണുന്നതൊക്കെ ഇല്ലാതെയാകും. നിലനിൽക്കുന്നത് ദൈവത്തിന്റെ വചനം മാത്രമാണ്. വചനം മാംസം ധരിച്ച നസ്രായനായ യേശുക്രിസ്തു മാത്രമാണ്. അവനിൽ വിശ്വസിക്കുക, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുക. നമ്മുടെ ജീവിതം നിത്യതയുടെ തീരത്തെത്തുമെന്ന് ഉറപ്പു തന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവനെല്ലാം രക്ഷ പ്രാപിക്കും, നിത്യതയിൽ എത്തും. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, അതുകൊണ്ട് ഓർത്തുകൊള്ളുക, ആത്മാവിനാൽ വ്യാപരിക്കുന്നവരാകണം, ആത്മാവിനെ അനുസരിക്കുന്നവരാകണം, ആത്മാവിനാൽ നല്ലത് തിരഞ്ഞെടുക്കുന്നവരാകണം. നിത്യജീവന്റെ അവകാശത്തിലേക്ക് നമുക്ക് കടന്നു പോകുവാൻ മറ്റ് വഴികൾ ഈ ലോകത്തില്ല. ഈ ലോകം കടന്നു പോകുന്നത് വളരെ വ്യത്യസ്തമായ, അല്ലെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തിലേക്കാണ് ഈ ലോകത്തിന്റെ ഒരു യാത്രയെന്ന് പറയുക. നമുക്ക് ഉൾക്കൊള്ളാനാവാത്ത പലതും ഈ ലോകത്ത് നടക്കും. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, വചനം നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ഒന്ന് ബൈബിൾ എടുത്ത് വെക്കാമോ? നിങ്ങൾ വിശ്വസിക്കുന്നത് യേശുക്രിസ്തുവിലാണെങ്കിൽ, നിങ്ങൾ പരിശുദ്ധാത്മാവിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ, ഒരു നിമിഷം ഒന്ന് കണ്ണുകളെ അടച്ച്, കർത്താവേ എന്നോട് കരുണയായിരിക്കണം. നിങ്ങൾക്ക് എങ്ങനെയാണോ പ്രാർത്ഥിക്കാൻ പറ്റുക, നിങ്ങൾ ദൈവസന്നിധിയിൽ ആത്മാവിന്റെ ആ ഒരു സ്വരമൊന്ന് ശ്രവിക്കുവാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ബൈബിൾ ഒന്ന് എടുത്ത് നമ്മുടെ നെഞ്ചോടൊന്ന് ചേർത്ത് പിടിച്ച്, ബൈബിൾ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച്, ഇങ്ങനെ കർത്താവേ
എന്നോടൊന്ന് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് ബൈബിളൊന്ന് നിങ്ങളൊന്ന് തുറന്നേ. ഞാൻ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് ആ പഴയ നിയമവും പുതിയ നിയമവും രണ്ടും വേർതിരിക്കുന്ന ആ ഒരു ഭാഗമാണ്. ഇങ്ങോട്ട് അടുത്ത പേജിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷമാണ്. രാജാവായ യേശുക്രിസ്തുവിനെ കുറിച്ച്, ആ വംശാവലിയെക്കുറിച്ച്. നമുക്കൊരു വംശാവലിയും, നമുക്കൊന്നേ ഉള്ളൂ, യേശുക്രിസ്തുവാകുന്ന ജീവനുള്ള ദൈവത്തിന്റെ വംശാവലി. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നിങ്ങൾ എടുക്കണം. നിങ്ങളുടെ ജീവിതവും ദൈവത്തിന്റെ ആത്മാവ് മാറ്റി മറിക്കും. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ. ആമേൻ.